പത്തനംതിട്ട ലാഹയിൽ കാട്ടാന വീടിന്റെ ഗേറ്റ് തകർത്തു. രാത്രി 11:00-ഓടെയാണ് കാട്ടാന ഇറങ്ങിയത്. കാട്ടാനയുടെ അക്രമം പതിവാണെന്ന് നാട്ടുകാർ പറയുന്നു. നമ്മള് ചാടിക്കാൻ പോയാൽ നമ്മളെ അടിക്കുന്ന ആനയുണ്ട്. ഷിജോ കുര്യനുണ്ട് പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങളുമായി. ഷിജോ, നാട്ടുകാർക്ക് വലിയ പരാതിയുണ്ട്. കാട്ടാന ശല്യം അവരുടെ സ്വൈരജീവിതത്തെ ഇല്ലാതാക്കുന്നു എന്നതാണ്. വനം വകുപ്പിനൊന്നും ചെയ്യാനില്ലേ? ജി.കെ. വനം വകുപ്പ് കാര്യമായിട്ടൊന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഒരു വസ്തുതയായിട്ട് നാട്ടുകാർ പറയുന്നത്. ഇതിപ്പോൾ ഈ പത്തനംതിട്ട ജില്ലയുടെ മലയോര മേഖലകളിൽ വന്യമൃഗശല്യം, പ്രത്യേകിച്ച് കാട്ടാന ജനവാസ മേഖലയിലേക്ക് ഇറങ്ങി വലിയ തരത്തിലുള്ള നാശനഷ്ടങ്ങൾ ചെയ്യുന്നത് നിത്യ സംഭവമായി മാറിയിരിക്കുകയാണ്. ഇന്നലെ രാത്രി ഏതാണ്ട് ഒരു 11 മണിയോട് കൂടിയാണ് പത്തനംതിട്ട ശബരിമലയ്ക്ക് പോകുന്ന ലാഹയിൽ സാബുഖാൻ എന്ന് പറയുന്ന ഒരാളുടെ വീടിന് സമീപത്തേക്ക് കാട്ടാന എത്തുകയും ആ വീടിന്റെ ഗേറ്റ് പൂർണ്ണമായിട്ട് തകർക്കുകയും ചെയ്തത്. അതോടൊപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്ന വാഴയും തെങ്ങും അടക്കമുള്ള കൃഷിയും കാട്ടാന നശിപ്പിച്ചിട്ടുണ്ട്. നേരത്തെയൊക്കെ ഈ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്ന കാട്ടാന റോഡ് മുറിച്ചു കടന്ന് വീണ്ടും വനത്തിലേക്ക് പോകുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ പോകുന്ന കാട്ടാന വലിയ തരത്തിലുള്ള നാശനഷ്ടങ്ങളോ അല്ലെങ്കിൽ കൃഷിയോ നശിപ്പിച്ചില്ല. പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്ന കാട്ടാന വ്യാപകമായിട്ട് കൃഷി നശിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വീടുകൾക്ക് നാശനഷ്ടം വരുത്തുന്നുണ്ട്, വാഹനങ്ങൾക്ക് കേടുപാട് വരുത്തുന്നുണ്ട്. അങ്ങനെ സാധാരണക്കാരായ ആളുകളുടെ ദൈനംദിന ജീവിതത്തെ അല്ലെങ്കിൽ സ്വൈര ജീവിതത്തെ പ്രതികൂലമായിട്ട് വന്യമൃഗശല്യം രൂക്ഷമായിട്ട് തന്നെ ബാധിക്കുകയാണ്. വനം വകുപ്പിന്റെ ഇടപെടൽ കാര്യക്ഷമമല്ല എന്നുള്ള വ്യാപകമായിട്ടുള്ള ആക്ഷേപവും നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. ഇന്നലെ രാത്രി 11:00-ഓട് കൂടിയാണ് പത്തനംതിട്ട ലാഹയിൽ ജനവാസ മേഖല ഇറങ്ങിയ കാട്ടാന ഗേറ്റും കൃഷിയും ഒക്കെ നശിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ജി.കെ. ശരി, ഷിജോ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.